നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് ഡ്രൈവർ റിലേറ്റഡ് ടോപ്പിക് ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മേഖലയിൽ നിന്നാണെന്ന് നോക്കുക. അതേ മേഖല നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോകുക കേട്ടോ. എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ടോപ്പിക് എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകും. നിങ്ങൾ എന്ത് ചെയ്ത് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി ടോപ്പിക് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. എന്തായാലും 30 മാർക്ക് നമുക്ക് ഏതിന് സ്കോർ ചെയ്യണം, ഡ്രൈവറുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് സ്കോർ ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ആർട്ടിക്കുലേറ്റ് വാഹനങ്ങൾ? നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് നമ്മുടെ ഈ പറയുന്ന ഡെഫിനിഷനിൽ പഠിക്കാനുള്ളതാണ്. എന്താണ് ആർട്ടിക്കുലേറ്റ് വാഹനങ്ങൾ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആർട്ടിക്കുലേറ്റ് വാഹനം എന്ന് നിർവചിച്ചിരിക്കുന്നത്? ഏതായിരിക്കാം? ട്രാൻസ്പോർട്ട് വാഹനമാണോ? അല്ല, ട്രാൻസ്പോർട്ട് വാഹനത്തെ അല്ല. ട്രാൻസ്പോർട്ട് വാഹനങ്ങളെല്ലാം എന്താവണമെന്നില്ല, ആർട്ടിക്കുലേറ്റ് വാഹനമാകണമെന്നില്ല. ഗുഡ്സ് വാഹനങ്ങളെല്ലാം ആർട്ടിക്കുലേറ്റ് വാഹനമാകണമെന്നില്ല. എമർജൻസി വാഹനമല്ല. അപ്പൊ എന്ത് തന്നെയാണ്? വളവുകൾ നന്നായി തിരിയുന്നതിനായി സ്ഥിരമായോ താൽക്കാലികമായും പിവറ്റഡ് ജോയിന്റുകളാൽ ബന്ധിപ്പിച്ച ബന്ധിപ്പിച്ച വാഹനങ്ങൾ എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന ആർട്ടിക്കുലേറ്റ് വാഹനങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ട്രെയിലറുമായി കണക്ട് ചെയ്യുന്ന വാഹനങ്ങൾ എന്ത് വിളിക്കാം? നമുക്ക് ആർട്ടിക്കുലേറ്റ് വാഹനം എന്ന് വിളിക്കാം. അതെവിടെ പറയുന്നുണ്ട്? നമ്മുടെ ഡെഫിനിഷൻസ്, നിർവചനത്തിൽ പറയുന്നുണ്ട്. ഡെഫിനിഷൻസ് പഠിച്ചു വെക്കാം. ഇതിലേതെങ്കിലും ചോദിക്കാം. ആർട്ടിക്കുലേറ്റ് വാഹനം എന്താണ്? ഗോൾഡൻ ഹവർ എന്താണ്? പബ്ലിക് സ്പേസ്, താഴെ തന്നിരിക്കുന്നതിൽ പബ്ലിക് പ്ലേസ് ഏതൊക്കെയാണ്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, വരാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം അറിയാം, എന്താണ് ആർട്ടിക്കുലേറ്റ് വാഹനങ്ങൾ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം: ഗോൾഡൻ അവറിന്റെ നിർവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന MV ആക്ടിലെ വകുപ്പ് ഏതാണ്? അതായത് നമുക്കറിയാം, ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടം നടന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ നമുക്ക് എന്ത് വിളിക്കാം? ഗോൾഡൻ അവർ എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗോൾഡൻ അവർ എവിടെയാണ് നിർവചിച്ചിരിക്കുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റി. കാര്യം നമുക്ക് എല്ലാം രണ്ടാണ് അല്ലെ? എല്ലാം രണ്ടിനകത്താണ് വരുന്നത്. 2 2 2 12 A ആണോ? 2 34 ആണോ? 2 47 ആണോ? അപ്പൊ അത് ഏതാണ്? 2 12 A ആണ് ഇതിനെ പറ്റി പറയുന്നത്. ഈ പറയുന്ന ഗോൾഡൻ അവറിനെ പറ്റി പറയുമ്പോൾ പഠിച്ചു വെച്ചാൽ 2 12 A ആണ് എന്തെന്ന് പറയുന്നത്, ഗോൾഡൻ അവറിനെ പറ്റി പറയുന്നത്. 12 A, 2 12 A. അപ്പൊ 2 ചോദ്യങ്ങൾ പഠിച്ചേ. അപ്പൊ എന്ത് ചെയ്യാം, ഇതുപോലെ ഇത് ഏത് സെക്ഷൻ ആണ് എന്നും ചോദിക്കാം, ചാൻസ് ഉണ്ടോ? ശരി, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാൽ എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാൽ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്? ഗുഡ്സ് വാഹനത്തിന്റെ വെയിറ്റ് മാത്രമല്ല എന്തെന്ന് പറയുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. തെറ്റാണ്. ലോഡ് ഇല്ലാത്ത വാഹനത്തിന്റെ വെയിറ്റ് അൺലാഡൻ വെയിറ്റ് എന്നാണ് പറയുന്നത്. ലോഡ് ഇല്ലാത്ത വാഹനത്തിന്റെ മാത്രം ഭാരത്തെ എന്ത് വിളിക്കാം? അൺലാഡൻ വെയിറ്റ് ആണ്. അത് എന്തല്ല, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ല. അൺലാഡൻ വെയിറ്റിനെ പറ്റി കഴിഞ്ഞ ഏതാണ് ഫയർമാൻ എക്സാമിന് ചോദിച്ചാണ്. ഹെവി പാസഞ്ചർ ബസിന്റെ വെയിറ്റ്. പാസഞ്ചർ ബസിന്റെ വെയിറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ത് പറയാം? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നാലാമത്തതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ D ആണ്. വാഹനത്തിന്റെ ഭാരവും അതുപോലെ തന്നെ എന്താണ്, രജിസ്ട്രേഷൻ അതോറിറ്റി സർട്ടിഫൈ ചെയ്ത രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് അനുവദനീയമായ ലോഡിന്റെയും ആകത്തുക, അതായത് വാഹനത്തിന്റെ ഭാരവും അതുപോലെ എന്താണ്, വാഹനത്തിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കയറ്റാൻ എന്താണ് പറ്റുന്ന ഭാരത്തിന്റെ വെയിറ്റും കൂടെ ചേർത്താൽ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പൊ വാഹനത്തിന്റെ ഭാരം പ്ലസ് എന്താണ്, ആ വാഹനത്തിൽ കയറ്റാൻ എത്രത്തോളം വെയിറ്റ് കയറ്റാം ആര് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്? ഈ പറയുന്ന അതോറിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഇപ്പൊ പറയുമ്പോൾ 10 ടണ്ണുള്ള ഒരു വാഹനം പ്ലസ് അതിൽ എത്രയാണ് 2 ടൺ എന്ത് ചെയ്യാം, ലോഡ് കയറ്റാം എന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്രയാണ് ഈ പറയുന്ന 12 ടണ്ണുള്ള ഒരു വാഹനം, അതിന്റെ കൂടെ എന്താണ് ഈ പറയുന്ന 2 ടൺ വെയിറ്റ് എന്ത് ചെയ്യാം, അതിൽ കയറ്റാം എന്ന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയായിരിക്കും? 12 + 2 എത്രയാണ്? 14 ആണ് ആ വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അപ്പൊ എന്താണ് ആൻസർ? ഇതാണ്. വാഹനത്തിന്റെ ഭാരത്തിന്റെയും രജിസ്ട്രേഷൻ അതോറിറ്റി സർട്ടിഫൈ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് അനുവദനീയമായ ലോഡിന്റെയും ഭാരം കൂടെ ചേർന്നതിന് എന്ത് വിളിക്കാം? നമുക്ക് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് വിളിക്കാം. 3 ക്വസ്റ്റ്യൻ പഠിച്ചേ. അപ്പൊ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റും അൺലാഡൻ വെയിറ്റും പഠിച്ചു വെക്കുക. കഴിഞ്ഞ എക്സാമിൽ ഏത് ചോദിച്ചു? അൺലാഡൻ വെയിറ്റ് എന്തെന്ന് ചോദിച്ചു, ULW എന്തെന്ന് ചോദിച്ചു. അൺലാഡൻ വെയിറ്റ് ആണ്. ഇപ്പൊ എന്ത് ചോദിക്കാം? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ചോദിക്കാം, പഠിക്കാം. ശരി, താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഹെവി ഗുഡ്സ് വാഹനങ്ങൾ? നിങ്ങൾ ക്വസ്റ്റ്യൻ നേരെ വായിക്കുക. ഏതൊക്കെയാണ് ഹെവി ഗുഡ്സ് വാഹനങ്ങൾ എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് ഹെവി ഗുഡ്സ് ആണ്, ഗുഡ്സ് വാഹനങ്ങൾ? അപ്പോൾ ഓപ്ഷൻ 1 നോക്കാം. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ 12 ടണ്ണിൽ അധികമായ ചരക്ക് വാഹനങ്ങൾ കറക്റ്റ് ആണെങ്കിൽ എന്താണ്? GVW എന്താണ്? ഈ പറയുന്ന 12,000 മുകളിലാണെങ്കിൽ അത് ഏതാണെങ്കിൽ ഒരു ചരക്ക് വാഹനമാണെങ്കിൽ എന്ത് വിളിക്കാം? ഹെവി ഗുഡ്സ് വാഹനം എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തത് അൺലാഡൻ വെയിറ്റ്. എന്താണ്? ഭാരം കയറ്റിയിട്ടില്ലെങ്കിൽ പോലും അൺലാഡൻ വെയിറ്റ് എത്രയാണ്? 12,000 കിലോഗ്രാമിൽ കൂടിയ ഏത് ട്രാക്ടർ അല്ലെങ്കിൽ റോഡ് റോളർ, അതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഹെവി ഗുഡ്സ് വാഹനമാണ്. അത് പഠിച്ചു വെക്കുക. ഈ പറയുന്ന ഏതൊക്കെയാണ്? ട്രാക്ടറും റോഡ് റോളർ ഏതിൽ വരും? ഹെവി ഗുഡ്സ് വെഹിക്കിളിൽ വരും. നല്ല ചോദ്യമാണ്, തെറ്റിപ്പോവാം. ഓക്കെ, അപ്പൊ 1ഉം 2ഉം ശരിയാണ്, A, B ശരിയാണ്. മൂന്നാമത്തത് മൊത്തം 1000 അല്ലെങ്കിൽ 12,000 കിലോഗ്രാമിൽ അധികമായ പബ്ലിക് സർവീസ് വാഹനങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്സുകൾ, ഒമിനി ബസ്സുകൾ, ഇവയൊക്കെ, അതായത് ഒന്നുകൂടെ നോക്കിക്കോ, 12,000 മുകളിലാണ് വെയിറ്റ്.
മൊത്തം വാഹനഭാരം എത്രയാണ്? ഈ പറയുന്ന GVW എത്രയാണ്? 12,000 മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന പബ്ലിക് സർവീസ് വാഹനങ്ങൾ, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്സുകൾ, ഒമിനി ബസ്സുകൾ, ഇത് ഏതാണോ? ഹെവി ആണ്, ഹെവി പാസഞ്ചർ വാഹനമാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്, തെറ്റിപ്പോവാം, ഇത് തെറ്റാണ്. അതുപോലെ 7,500 കിലോഗ്രാമിൽ കൂടുതൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് അല്ല എന്തെന്ന് പറയുന്നത് ഹെവി ഗുഡ്സ് വാഹനം. 12,000 മുകളിൽ വെയിറ്റ് പറയുന്നത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? എയും ബിയും ആണ് ശരി കേട്ടോ. ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? വാഹനത്തിന്റെ എന്താണ് ഹെവി ഗുഡ്സ് വാഹനം എന്നും എന്താണ് ഹെവി പാസഞ്ചർ വാഹനം എന്നും പഠിക്കുക. അതിന് എക്സാമ്പിൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു മാർക്ക് എല്ലാം ഇതിൽ നിന്ന് വരാം. ശരി. യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലുള്ള വാഹനങ്ങളെ ഏത് ടൈപ്പ് വാഹനം എന്നാണ് വിളിക്കുന്നത്? 4 ചക്രമുള്ള അല്ലെങ്കിൽ മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന വാഹനത്തെ ഏത് കാറ്റഗറിയിൽ വരും? അത് എമ്മിൽ വരും. മനുഷ്യരെ കൊണ്ടുപോകുന്നതാണെങ്കിൽ അത് ഏതിൽ വരും? എമ്മിൽ വരും. N എന്ന് വെച്ചാൽ എന്താണ്? ചരക്ക് കൊണ്ടുപോകുന്നതാണ്. T എന്ന് വെച്ചാൽ എന്താണ്? ട്രെയിലർ ആണ് കേട്ടോ. എന്താണ് ഇതിന്റെ ആൻസർ? ഇതാണ്, എം ആണ്, എ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയാം. നോക്കാം. യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഏത് ടൈപ്പാണ്? ഈ പറയുന്ന എം കാറ്റഗറിയിൽ വരും. പഠിച്ചു വെക്കുക. കഴിഞ്ഞ PSC ചോദിച്ചാണ്, M2 M3 ഒക്കെ ചോദിച്ചാണ്. പഠിച്ചു വെക്കുക കഴിഞ്ഞ എക്സാമിന് കേട്ടോ. ആറാമത്തെ ചോദ്യം നോക്കാം. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 12 ടണ്ണിൽ കൂടുതലുള്ള ചരക്ക് വാഹനം ഏത് കാറ്റഗറിയാണ്? അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ചരക്ക് കൊണ്ടുള്ള കാറ്റഗറി ഏതാണ്? N ആണ്. അപ്പം ഇതുമല്ല നമ്മൾ പഠിച്ചു. ആ 2 ഓപ്ഷൻ വെട്ടിക്കളയാം. ഓക്കെ. അപ്പൊ എത്രയാണ്? 12 ടണ്ണിൽ കൂടുതലുള്ള ചരക്ക് വാഹനത്തെ എന്ത് വിളിക്കാം? ഓക്കെ. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3,500 മുതൽ 12,000 ടൺ വരെയാണ്. അപ്പൊ N3 ആയിരിക്കും എന്ന് പറയുന്നത് 12,000 മുകളിൽ വരുന്നത്. അപ്പൊ എന്താണ് ആൻസർ? ഏതാണ്? N3 ആണ്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12 ടണ്ണിൽ കൂടുതലുള്ള ചരക്ക് വാഹനത്തെ എന്ത് വിളിക്കാം നമുക്ക്? N3 കാറ്റഗറി. എന്ത് കാറ്റഗറി? N3. അപ്പൊ N1 ഉണ്ട്, N2 ഉണ്ട്, N3 ഉണ്ട്. പഠിച്ചു വെക്കുക. N3 ആണ്. അപ്പൊ നിങ്ങൾ 3ഉം പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, M2G ഉണ്ട്, M3G ഉണ്ട്. G എന്ന് പറയുന്ന സമയത്ത് M2 കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന M നമുക്ക് നോക്കാം, വേറെ ചോദ്യമില്ലല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞുതരാം. അതായത് M എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? 8 പേര്, ഡ്രൈവറെ കൂടാതെ 8 പേരെ കൊണ്ടുപോകാൻ പറ്റുന്ന 4 ചക്രമുള്ള വാഹനങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? M കാറ്റഗറി അല്ലെങ്കിൽ M1 കാറ്റഗറി എന്ന് വിളിക്കാം. M2 എന്ന് പറയുമ്പോൾ എന്തായാലും കഴിഞ്ഞ PSC ചോദിച്ചാണ്. M2 എന്ന് പറയുമ്പോൾ എന്ത് പറയാം നമുക്ക്? ഈ പറയുന്ന എത്രയാണോ? 9-9-ലധികമോ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുകയും മാക്സിമം അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ടണ്ണിൽ താഴെയാണെങ്കിൽ അത് M2 ആണ്. ഇത് M2 വണ്ടി ഈ പറയുന്ന M2 കാറ്റഗറിക്ക് എവിടെ ഓഫ് റോഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും? M2G എന്ന് വിളിക്കും. M3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന 9 പേരെയോ 9-ലധികം ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ്? 5 ടണ്ണിൽ മുകളിലാണ്. അതാണ് M3. അതിന് എന്ത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓഫ് റോഡ് കപ്പാസിറ്റിയുടെ എന്തായിട്ട് മാറും? M3G ആയിട്ട് മാറും. അപ്പൊ M കാറ്റഗറി പഠിക്കുക, N കാറ്റഗറി പഠിക്കുക, ഏതും പഠിക്കുക, T കാറ്റഗറിയും പഠിക്കുക. ഓക്കെ. ഇത് M ആണ്, ഇത് N3 ആണ്. ശരി. ലൈസൻസിന്റെ ആവശ്യകതയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിക്കാം. ഏത് സെക്ഷനിലാണ് ലൈസൻസിന്റെ ആവശ്യകത അല്ലെങ്കിൽ നെസസിറ്റി ഓഫ് ലൈസൻസിനെ പറ്റി പറയുന്നത്? ഏതാണ്? 3 ആണ് കേട്ടോ. സെക്ഷൻ 3 ആണ്. അത് പഠിച്ചു വെക്കുക. 4 എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റിനെ പറ്റി പറയുകയും 39 രജിസ്ട്രേഷനും 10 എന്ന് പറയുന്ന ലൈസൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന്, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് എന്താണ് നമ്മുടെ എന്താ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അല്ലെങ്കിൽ ദേശീയ അതോറിറ്റി പറയുന്നതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്ഷൻ 10 എന്ന് പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ ഏതൊക്കെ ക്ലാസ് വാഹനം ഓടിക്കാം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ് സെക്ഷൻ 10. അപ്പം ഏതാണ് ആൻസർ? ഏതാണ്? ഈ പറയുന്ന സെക്ഷൻ 3 ആണ്. പഠിച്ചു വെക്കുക. സെക്ഷൻ 3 ആണ് ആൻസർ. ലൈസൻസിന്റെ ആവശ്യകതയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 3 ആണ്. അപ്പൊ സെക്ഷൻസും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷനിൽ ഒരു ചോദ്യം വരാം. എട്ടാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതൊക്കെയാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ശരി? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരി നോക്കാം. മോട്ടോർ വാഹനം ഓടിക്കുന്നതിനുള്ള പ്രായപരിധിയുമായി ബന്ധപ്പെട്ട വകുപ്പ് 4 ആണ്. ഇവിടെ പറഞ്ഞതാണ് അല്ലെ? ശരിയാണ്. 4 ആണ് കേട്ടോ. 4 ആണ്. കറക്റ്റ് ആണ്. 18 വയസ്സിൽ താഴെയുള്ള ആരും തന്നെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഓടിക്കാനാണ്. ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രതിപാദിക്കുന്നത് കറക്റ്റ് ആണ്. 18 വയസ്സാവാതെ ആരും എന്ത് ചെയ്യാൻ പാടില്ല? മോട്ടോർ വാഹനം ഇവിടെ പൊതുസ്ഥലത്ത് ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ 16 വയസ്സായ ഒരു വ്യക്തിക്ക് ആവശ്യമെങ്കിൽ 50 cc താഴെയുള്ള ഇലക്ട്രിക് വാഹനം ഓടിക്കാൻ കറക്റ്റ് ആണ് കേട്ടോ. 16 വയസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വ്യക്തിക്ക് ആവശ്യമെങ്കിൽ 50 cc താഴെയുള്ള എന്ത് ഓടിക്കാൻ പറ്റും? ഇലക്ട്രിക് സ്കൂട്ടറോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഓടിക്കാൻ പറ്റും. അത് കറക്റ്റ് ആണ്. 20 വയസ്സിൽ താഴെയുള്ള ആരും പൊതുസ്ഥലത്ത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. ട്രാൻസ്പോർട്ട് വാഹന ലൈസൻസ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 20 വയസ്സായിരിക്കണം. അടുത്ത ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസ് കിട്ടിയിട്ട് ഏകദേശം 1 വർഷമായിരിക്കണം അല്ലെ? 1 വർഷത്തെ എന്തുണ്ടായിരിക്കണം? എക്സ്പീരിയൻസ് ഏത് ഓടിച്ചുണ്ടായിരിക്കണം? നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിച്ച് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് 4ഉം എന്താണ്? ശരി തന്നെയാണ്. അപ്പൊ എല്ലാം പഠിച്ചു വെക്കുക. ഈ 4 സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ഓക്കെ. 1 അതിലധികമോ ക്ലാസ് വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നും സ്ഥിരമായി മാറ്റുന്നതിനുള്ള അപേക്ഷ ഏത് ഫോമിൽ നൽകണം? നല്ല ചോദ്യമാണ്. ഫോമിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഫയർമാന്റെ ഫോമിൽ നിന്നൊരു ചോദ്യം വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇതില് ഫോമിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഏതാണ്? ഫോം 8 ആണ്. അതായത് 1 അതിലധികമോ ക്ലാസ് വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നും സ്ഥിരമായി മാറ്റുന്നതിനുള്ള അപേക്ഷ ഏതാണ്? ഫോം 8ലാണ്.
നൽകേണ്ടത് എന്ന് എടുത്ത് മാറ്റാൻ. അപ്പൊ ആഡ് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും? ഫോം 2 ആയിരിക്കും അല്ലെ. ആഡ് ചെയ്യണമെങ്കിൽ ഒരു ക്ലാസ് ആഡ് ചെയ്യണമെങ്കിൽ ഫോം 2 കൊടുക്കുക. ഏതാണ് എടുത്ത് കളയുന്നത്? ഇതിലാണ് 8ലാണ്, ഫോം 8 ആണ്. ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നും സ്ഥിരമായി മാറ്റുന്നതിനുള്ള അപേക്ഷ ഏത് ഫോമാണ്? ഫോം 8 ആണ്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധികളാണ് PSCയുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? കാലാവധിയാണ്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി 3 മാസമല്ല, 1 വർഷമല്ല, 14 ദിവസമൊന്നുമല്ല. എത്രയാണ്? 6 മാസമാണ്. 6 മാസമാണ്. അതുപോലെ തന്നെ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ഇവിടെ പോയി ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. 30 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ? വാഹനം ഓടിച്ച് പഠിക്കാനുള്ള സമയമാണ്. അപ്പം കാലാവധി എത്രയാണ്? 6 മാസം. 6 മാസം വരെ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയ ലേണേഴ്സ് എടുത്തേ പറ്റും. 6 മാസമാണ് കാലാവധി. പഠിച്ചു വെക്കാം, 6 മാസം. ട്രാൻസ്പോർട്ട് ലൈസൻസിന്റെ കാലാവധി നമുക്കറിയാം. ട്രാൻസ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്നത് കാലാവധി വ്യത്യാസമാണ്. എത്രയാണ്? 5 വർഷമാണ് അല്ലെ. നമ്മൾ പഠിച്ചു വെച്ചതാണ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈസൻസ് പുതുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി. ഹസാർഡ് ഗുഡ്സ് ലൈസൻസിന്റെ കാലാവധി അത് 5 വർഷമാണോ, 1 വർഷമാണോ, 2 വർഷമാണോ, 3 വർഷം? നല്ല ചോദിക്കുന്നത്. ഹസാർഡ് ഗുഡ്സ് ലൈസൻസ് നമുക്കറിയാം. ഹസാർഡ് വാഹനങ്ങൾ ഓടിക്കാൻ പ്രത്യേക ലൈസൻസ് ആണുണ്ടല്ലേ. ഹസാർഡ് ഗുഡ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാലാവധി എത്രയാണ്? നമ്മൾ മറ്റത് പഠിച്ചതുപോലെ അല്ല. ഇത് എത്രയേ വരുന്നുള്ളൂ? 3 വർഷമാണ്. ഇതിന്റെ ആൻസർ എത്രയാണ്? 3 ഇയർ ആണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹസാർഡ് വാഹനങ്ങൾ ഓടിക്കാനുള്ള എന്ത് പറയുന്നത്? കാലപരിധി എന്ന് പറയുന്നത്. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധിയുമായി ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? നമ്മുടെ ഏത് ലൈസൻസിനെ പറ്റി പറയുന്നത്? സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസ്. 1 ഓപ്ഷൻ എ എന്ന് പറയുന്നത് അപേക്ഷകന്റെ പ്രായം 30 വയസ്സിൽ താഴെയാണെങ്കിൽ, അപേക്ഷിക്കുന്ന ഒരാളുടെ പ്രായം 30 വയസ്സിന്റെ താഴെയാണ്, 30 വയസ്സായിട്ടില്ല, അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കാനുള്ള ലൈസൻസിന്റെ കാലാവധി 40 വയസ്സ് വരെ ആകും. കറക്റ്റ് ആണ്. 30 വയസ്സാകാത്തൊരു വ്യക്തി ലൈസൻസിന് അപേക്ഷിക്കുകയാണ്, അയാൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 40 വയസ്സ് വരെ വാഹനം ഓടിക്കാം. കറക്റ്റ് ആണ്. ഇഷ്യൂ അല്ലെങ്കിൽ പുതുക്കൽ തീയതിയിൽ അപേക്ഷിക്കേണ്ട പ്രായം 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലാണ്. ഒരാൾ എത്ര വയസ്സിനിടയ്ക്കാണ്? 30നും 50നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ലൈസൻസിന്റെ കാലാവധി 10 വർഷത്തേക്കായിരിക്കും. കറക്റ്റ് ആണ്. 10 വർഷത്തേക്ക് ആയിരിക്കും. 30നും 50നും ഇടയ്ക്കാണെങ്കിൽ 10 വർഷത്തേക്കായിരിക്കും. ഇഷ്യൂ അല്ലെങ്കിൽ പുതുക്കൽ തീയതിയിൽ അപേക്ഷിക്കേണ്ട പ്രായം എത്രയാണ്? 50നും 55നും ഇടയിലാണ്. അപ്പൊ 50നും എത്രയാണ്? 50നും 55നും ഇടയിലാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി 60 വയസ്സ് തികയുന്ന തീയതി വരെ ആയിരിക്കും. ഓക്കെ, അതും കറക്റ്റ് ആണ്. 60 വയസ്സ് തികയുന്നത് വരെ ആയിരിക്കും. 50നും 55നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു വ്യക്തിക്ക് എത്രയാണ്? 60 വയസ്സ് തികയുന്ന വരെ ലൈസൻസ് വാഹനം ഓടിക്കാം, അല്ലെങ്കിൽ ലൈസൻസിന് കാലാവധി ഉണ്ടായിരിക്കും. ഏതാണ്? സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ. ട്രാൻസ്പോർട്ട് 5 വർഷമേ ഉള്ളൂ പഠിച്ചതാണ്. ഇത് ഏതിനെ പറ്റിയാണ് പറയുന്നത്? സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയാണ് പറയുന്നത്. ഓരോ പ്രത്യേകം പഠിച്ചോളണം. ഓക്കെ. ഇഷ്യൂ അല്ലെങ്കിൽ പുതുക്കൽ തീയതിയിൽ അപേക്ഷകന്റെ പ്രായം 55ന് മുകളിലാണെങ്കിൽ എത്രയാണ്? 5 വർഷത്തേക്കായിരിക്കും എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന ലൈസൻസിന്റെ കാലാവധി. ഒന്നുകൂടെ പഠിച്ചു പോയി. ഇതെല്ലാം എന്താണ്? ശരിയാണ്. ഈ പറയുന്ന 4ഉം ശരിയാണ്. പഠിച്ചു വെച്ചോ. 30 വയസ്സിന് താഴെയാണെങ്കിൽ 40 വയസ്സ് വരെ ആയിരിക്കും. അതുപോലെ 30നും 50നും ഇടയ്ക്കാണ് പ്രായമെങ്കിൽ 10 വർഷത്തേക്കും, 50നും 55നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? എന്നാണോ 60 വയസ്സാകുന്നത് അതുവരെ ആയിരിക്കും. അതുപോലെ തന്നെ 55ന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിക്ക് 5 വർഷത്തേക്കാണ് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത്. സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത്. 4ഉം ശരിയാണ്. ഇത് 4ഉം ശരിയാണ്. ഓക്കെ. ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് എത്ര ദിവസം മുമ്പ് പുതുക്കൽ അപേക്ഷ നൽകി? ഇത് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫയർമാൻ ഡ്രൈവറുടെ ചോദ്യമാണ്. ആൻസർ 1 വർഷം മുമ്പോ 1 വർഷം ശേഷമോ. കഴിഞ്ഞിട്ട് 1 വർഷം എന്ത് ചെയ്യാം? മുമ്പും കൊടുക്കാം. ഒരു ലൈസൻസ് കഴിയുന്നതിന്റെ കാലാവധി കഴിയുന്നതിന്റെ 1 വർഷം മുമ്പും അപേക്ഷിക്കാം. കഴിഞ്ഞിട്ട് 1 വർഷത്തിനകം എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. 1 വർഷമാണ്. 365 എന്നായിരുന്നു ഓപ്ഷൻ. 365 ദിവസമായിരുന്നു ഓപ്ഷൻ. ആ പരീക്ഷയ്ക്ക് എന്താണ്? 1 വർഷം തന്നെയാണ് ആൻസർ വരുന്നത്. മുമ്പ് അപേക്ഷിക്കാം, ശേഷം അപേക്ഷിക്കാം. 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതുക്കാനുള്ള ഫീസ് കൂടുതലായിരിക്കും. 200 എന്നുള്ളത് 300 ആയിട്ട് മാറും. ഓക്കെ, ശരി. സെക്ഷൻ 184 എന്തിനെ പറ്റി പ്രതിപാദിക്കും? നമുക്ക് നല്ല ചോദ്യമാണ്. ഈ സെക്ഷൻസ് ചോദിക്കും. ഈ പറയുന്ന ഓവർ സ്പീഡും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതൊക്കെ എന്ത് ചെയ്യാം? ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അമിതഭാരം കയറ്റുന്നതൊക്കെ. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? 184 എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. അപ്പൊ എന്തായിരിക്കും 184? അപകടകരമായ വാഹനം ഓടിക്കലാണോ, മദ്യപിച്ച് വാഹനം ഓടിക്കലാണോ, അമിതഭാരം കയറ്റി വാഹനം ഓടിക്കലാണോ, ഇവയെല്ലാമാണോ? ഇതെല്ലാം കൂടെ ഒറ്റ സെക്ഷനിലാണോ പറയുന്നത്? ഏതായിരിക്കാം? അപകടകരമായി എന്ത് ചെയ്യുന്നത്? വാഹനം ഓടിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഓവർ സ്പീഡ് 183 ആണ്. 84 ഏതാണ്? ഡേഞ്ചറസ്ലി എന്ത് ചെയ്യാണ്? വാഹനം ഓടിക്കുന്നതാണ് എന്ന് പറയുന്നത് 184. അപകടകരമായി എന്ത് ചെയ്യുന്നു? വാഹനം ഓടിക്കുന്നതാണ് 184 പറയുന്നത്. പഠിച്ചു വെക്കുക. ഒരു ചോദ്യം ഇതിൽ വരാം. ഇത് 1 വർഷമാണ്. ഓക്കെ. ഒരു വ്യക്തി ഡ്രൈവിംഗ് ടെസ്റ്റ് പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വാഹനം പരിശീലിക്കുമ്പോൾ, അതാണ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലേണേഴ്സ് കിട്ടിയ അല്ലെങ്കിൽ നമുക്കറിയാം, അതിനെ പറ്റി അറിയാം. ഒരാൾ എന്തിനു വേണ്ടി പരിശീലിക്കുകയാണ്? ടെസ്റ്റ് ഉണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. അതിനുവേണ്ടി പരിശീലിക്കുമ്പോൾ എന്തൊക്കെ കൈവശം ഉണ്ടായിരിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് ചോദ്യം. 1, മതിയായ ലേണേഴ്സ് ലൈസൻസ് കൈവശം ഉണ്ടായിരുന്നു. ശരിയല്ലേ? കറക്റ്റ് ആണ്. ലേണേഴ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വാഹനം ഓടിച്ച് പഠിക്കാൻ അനുവാദമില്ല. ഓക്കെ. രണ്ടാമത്തത്,
മതിയായ ലൈസൻസ് കയ്യിലുള്ള ഒരു ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടാകണം. നമ്മൾക്ക് ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് പഠിക്കാൻ പാടില്ല. എന്താണ്, ലേണേഴ്സ് ഉണ്ടെങ്കിലും മതിയായ ലൈസൻസ് കയ്യിലുള്ള ഒരാളുണ്ടായിരിക്കണം, ഒരു ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടായിരിക്കണം. അത് ശരിയാണ്. ഇൻസ്ട്രക്ടർ വാഹനം നിയന്ത്രിക്കാനും സ്റ്റോപ്പ് ചെയ്യാനും കഴിയുന്ന വിധത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. എവിടെയെങ്കിലും ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ കാറാണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം, അദ്ദേഹം ഫ്രണ്ടിൽ ഇരുന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ ഇൻസ്ട്രക്ടർ വാഹനം നിയന്ത്രിക്കാനും സ്റ്റോപ്പ് ചെയ്യാനും കഴിയുന്ന വിധത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ശരിയാണ്. വാഹനത്തിന്റെ മുൻവശത്തും പിൻവശത്തും എൽ എന്ന ലെറ്റർ ചുമന്ന അക്ഷരത്തിൽ വെള്ള പ്രതലത്തിൽ, വല്ലയല്ല വെള്ള പ്രതലത്തിൽ എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കണം. കറക്റ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ പാർലമെന്ററി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാണ് ഈ പറയുന്ന ചുമന്ന അക്ഷരമാണ്, എവിടെയാണ്, വെള്ള പ്രതലത്തിലാണ്. ഇതിന് സെന്റിമീറ്റർ ഒക്കെ ഉണ്ട്, ഏറ്റവും കുറഞ്ഞത് ഇത്രയും അളവിലായിരിക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. ശരി, അപ്പൊ ഇത് 4 എന്താണ്, ശരിയാണ്. പഠിച്ചു വെക്കുക, 4 ശരിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, റൂൾ 4 പ്രകാരം അഡ്രസ്സും വയസ്സും തെളിയിക്കാൻ രേഖകളായി കണക്കാക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ അഡ്രസ്സും വയസ്സും തെളിയിക്കാനായിട്ട് കണക്കാക്കുന്ന ഏതൊക്കെയാണെന്നാണ്. ആധാർ കാർഡ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ആധാർ കാർഡ് മാത്രമല്ലേ ശരി എന്നുള്ളത്, അല്ലേ? ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ കാര്യമൊക്കെ നമ്മൾ നോക്കും, അതും കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ സിവിൽ സർജനിൽ കുറയാത്ത രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ശരി തന്നെയാണ്. ഓക്കെ, അതുപോലെ അപ്പൊ ഇത് 3 ശരിയല്ലേ എന്ന്. താഴത്തെ ഓപ്ഷൻ ആയിരിക്കും 1 മാത്രം, 1 2 മാത്രം, 1 2 3 മാത്രം, അല്ലെങ്കിൽ എല്ലാം ശരി. ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും കൺഫ്യൂഷനോ? അവസാനത്തെ ശരിയാണെന്നുള്ളത്. അതായത് എന്താണ്, ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഈ പറയുന്ന 3 കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്, എക്സിക്യൂട്ടീവ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നോട്ടറി മുമ്പാകെ നടത്തിയ സത്യപ്രസ്താവന എന്തായിട്ട് എടുക്കാറുണ്ട്, ഈ പറയുന്ന വയസ്സ് അല്ലെങ്കിൽ അഡ്രസ് തെളിയിക്കാനുള്ള രേഖയായി കണക്കാക്കാറുണ്ട്. അതും ശരിയാണ്. ഈ പറയുന്ന 4 എന്താണ്, ശരിയാണ്. പഠിച്ചു വെക്കിയത് 4 ശരിയാണ്. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൂൾ 9 പ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? അപ്പൊ റൂൾ 9 പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, അസാഡ് വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തി ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ, ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാം ഷെഡ്യൂളിൽ എന്തിനെ പറ്റി പറയുന്നത്, ഭാഷകളെ പറ്റി പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അതിൽ പറയുന്ന ഭാഷകൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞിരുന്നാൽ മതി എന്നാണ് ഓപ്ഷൻ. ശരിയാണോ? അതിന് ശരിയിടും അല്ലേ? എന്താണ്, ഏതെങ്കിലും ഒരു ഭാഷ അറിഞ്ഞിരുന്നാൽ പോരെ എന്ന് തോന്നുന്നത് തെറ്റാണ്. എന്താണ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് പ്ലസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അതിന് പുറമെ 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അപ്പൊ കേരളം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം അറിയാം, മലയാളം പ്ലസ് ഇംഗ്ലീഷ് ആയിരിക്കും കേരളത്തിൽ വരുന്നത് അല്ലേ? അപ്പൊ ഏതാണ് 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഇത് വേണം, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. ശരി. ഓപ്ഷൻ ബി, ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും നിർദ്ദേശിച്ച സിലബസ് കോഴ്സ് എന്ത് ചെയ്യണം, പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ആണ്. അതായത് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന സിലബസിൽ നിന്ന് എന്ത് ചെയ്യണം, കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ശരിയാണ്. റൂൾ 9 പ്രകാരം അത് ശരിയാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഹസാർഡ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ട കോഴ്സിന്റെ ട്രെയിനിങ് കാലാവധി 3 ദിവസമാണ്. 3 ദിവസമാണ് നമുക്ക് തോന്നാം, 3 ദിവസമൊക്കെ ആണെന്ന് തോന്നാം. അത് ശരിയാണ് കേട്ടോ, അതും ശരിയാണ്, 3 ദിവസമാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്കാണ് ഹസാർഡ് ഗുഡ്സ് ലൈസൻസ് കോഴ്സ് നടത്താൻ യോഗ്യത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ശരിയിടും അല്ലേ? കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾ മാത്രമല്ല, എന്താണ്, കേരള ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത്, സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹസാർഡ് ഗുഡ്സ് ലൈസൻസ് നടത്താൻ, കോഴ്സ് നടത്താനുള്ള യോഗ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, കേന്ദ്രമല്ല, എന്താണ് പറയുന്നത്, സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹസാർഡ് ഗുഡ്സ് ലൈസൻസ് കോഴ്സ് നടത്താൻ യോഗ്യതയുണ്ട്. കേന്ദ്രം മാത്രമല്ല, എന്തിനുണ്ട്, കേന്ദ്രം മാത്രമല്ല ഇതിനുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്കും എന്ത് നടത്താം, ഈ പറയുന്ന ഹസാർഡ് ഗുഡ്സ് ലൈസൻസ് കോഴ്സ് നടത്താനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ ഇതിൽ ശരി ഏതൊക്കെയാണ്, ഈ പറയുന്ന ബിയും സിയും മാത്രമാണ് ശരി. ഇത് രണ്ടും തെറ്റാണ്. ഇങ്ങനെയും ചോദ്യം വരാം കേട്ടോ. ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. പഠിച്ചു വെച്ചോ. ശരി, ഇനി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനുള്ള അപേക്ഷ ഫോം. നേരത്തെ ഒരു അപേക്ഷയെ പറ്റി പറഞ്ഞാണ്. ഇത് ഏതാണ്, 4 ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വേണമെങ്കിൽ നമ്മൾ ഏത് ഫോമിൽ കൊടുക്കണം, 4A അപേക്ഷിക്കണം. തിരിച്ചത് അനുവദിച്ചു തരുന്ന ഏതിലാണ്, 6A കേട്ടോ. ഇതിൽ ഏത് മാത്രം മതി, നമ്മൾ പഠിച്ചാൽ മതി. 4A ആണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനായുള്ള അപേക്ഷ ഫോം. ഓക്കെ അല്ലേ? ശരി. ഇനി ഒരു ക്ലാസ് വാഹനം ലൈസൻസിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ട ഫീസ് എത്രയാണ്? നമ്മുടെ ഇപ്പൊ കാറുണ്ട്, ഞാൻ എന്ത് ചെയ്യാണ്, ബൈക്കും കൂടെ കൂട്ടിച്ചേർക്കാണ് അല്ലെ. ഒരു ക്ലാസ് വാഹനം ലൈസൻസിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ട ഫീസ് എത്രയാണ്? 500 രൂപയാണ്. ഓരോ ക്ലാസ് വാഹനവും എന്ത് ചെയ്യണം, നമ്മുടെ ലൈസൻസിൽ ആഡ് ചെയ്യാൻ നമുക്ക് എത്ര രൂപയാകും, 500 രൂപയാകും. അതൊന്ന് ഓർത്തിരിക്കുക, 500 രൂപയാണ്. ഓക്കെ, ശരി. പക്ഷെ അത് എന്താണ്, എടുത്തു കളയാൻ എത്ര മതിയാവും, 200 രൂപ മതിയാവും കേട്ടോ. ലൈസൻസിൽ ആഡ് ചെയ്യാൻ 500 രൂപയാവും, എടുത്തു കളയാൻ എത്രയാണ് ഈ പറയുന്നത്, 200 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ലൈസൻസ് ഉള്ള വ്യക്തി ചുവടെ പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അയോഗ്യനാക്കപ്പെടും? ഇങ്ങനത്തെ ഒരു ചോദ്യം കഴിഞ്ഞ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു, ഫെയർമാന്റെ ഡ്രൈവറിന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വരാം. ഓക്കെ, മോട്ടോർ വാഹനങ്ങൾ മോഷ്ടിക്കുക. വാഹനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഏത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. ശരിയാണ്. യാത്രക്കാർക്ക് നേരെയുള്ള അക്രമം എന്ത് ചെയ്യാം, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. ചരക്ക് വണ്ടിയിൽ അമിതമായി ചരക്ക് കയറ്റിയാലും എന്ത് ചെയ്യാം, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം.
പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിച്ചാലും എന്ത് ചെയ്യാം? ഈ പറയുന്ന ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. പഠിച്ചു വെക്കുക. ഇതെല്ലാം എന്താണ്? ശരിയാണ്. ഇത് മാത്രമല്ല, ഇനി ഒരു 8 ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതെല്ലാം പഠിച്ചു പോകണം. അതെല്ലാം എന്ത് ചെയ്യാം? ചോദിക്കാം. ഓപ്ഷൻ ആയിട്ട് തന്നിട്ട് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 1-2 മാറ്റി ചോദിക്കാം. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാം ശരിയായിട്ട് കൊടുത്തിരുന്നത് കേട്ടോ. ശരി. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഫീസ് എത്രയാണ്? ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ എത്ര രൂപയാണ്? 200 രൂപയാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത്. പുതുക്കാൻ എത്രയാണ്? 200 രൂപയാണ്. നമ്മൾ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് എന്താണ് ഈ പറഞ്ഞ ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിന് എത്ര ദിവസം മുമ്പ് പുതുക്കാം? 1 വർഷം മുമ്പ് പുതുക്കാം, 1 വർഷത്തിന് ശേഷം പുതുക്കാം. അഥവാ 1 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? +100 ആണ്. 300 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് കേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ട് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം പുതുക്കാൻ 300 രൂപയാണ് ഫീസ്. അല്ലെങ്കിൽ എത്രയാണ്? 200 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ആരാണ് അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി? കഴിഞ്ഞ ഇതിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ പറയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതാണ് താഴെ പറയുന്നതിൽ ആരാണ് അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി? പറയുന്ന RTO ആണ് ഈ പറയുന്ന ലൈസൻസിങ് അതോറിറ്റി. അതല്ലാതെ അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ല, അത് ജൂനിയർ ആണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ആണ്, അഡീഷണൽ അല്ല. അതും തെറ്റാണ്. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അല്ലെങ്കിൽ ജോയിന്റ് RTO എന്ന് പറയുന്ന ഇതാണ് ശരി. ജോയിന്റ് RTO എന്ന് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി. ഓക്കെ അല്ലേ? എന്താണ് അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി? ആരാണ്? ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ്. ഓക്കെ. ഇനി കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 റൂൾ 19 പ്രകാരം അതിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? റൂൾ എന്താണ് ഈ പറയുന്ന റൂൾ 19 എന്താണ് പറയുന്നത് ചോദിക്കാം. എന്തായിരിക്കാം? KMVR 1989 റൂൾ 19 എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള അധികാരം അല്ല, ലൈസൻസിങ് അതോറിറ്റിക്ക് ലൈസൻസ് അയോഗ്യത നൽകുന്നതിനുള്ള അധികാരമാണോ, അതോ വൃത്തിയായി യൂണിഫോം ധരിക്കണം എന്ന് പറയുന്നതല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബാഡ്ജ് ഇതല്ല. അപ്പൊ ഇത് തന്നെയാണ് ലൈസൻസിങ് അതോറിറ്റിക്ക് ലൈസൻസ് അയോഗ്യത നൽകുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ലൈസൻസിങ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് അയോഗ്യതയ്ക്ക് അല്ലെങ്കിൽ അയോഗ്യത നൽകുന്നതിനുള്ള അധികാരമാണ്. ഈ പറഞ്ഞ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ? ലൈസൻസ് ഇവർക്ക് എല്ലാവർക്കും അധികാരമില്ല, ഞാൻ പറഞ്ഞാണ്. എന്ത് ചെയ്യാൻ? എന്താണ് ലൈസൻസ് ലൈസൻസ് എന്ത് ചെയ്യാൻ? അയോഗ്യത നൽകുന്നതിനുള്ള അധികാരം ഏതാണ്? ഈ പറയുന്ന റൂൾ 19 ആണ്. പഠിച്ചു വെക്കുക. റൂൾ 19 ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ലൈസൻസ് എന്ത് ചെയ്യുക? സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. പെർമിറ്റിന്റെ കാലാവധി എത്രയാണ്? പഠിച്ചു വെക്കേണ്ടതാണ്. പെർമിറ്റിന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് അല്ലേ? പെർമിറ്റിന്റെ കാലാവധി എത്രയാണ്? ഈ പറയുന്ന 5 വർഷത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെർമിറ്റ് കിട്ടുന്നത്. പഠിച്ചു വെക്കുന്നതാണ്. പെർമിറ്റ് കിട്ടുന്നത് എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ്. നമ്മൾ പെർമിറ്റിനെ പറ്റിയേക്ക് പഠിച്ചു പോയതാണ്. എത്രയാണ്? 5 വർഷമാണ് പെർമിറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഫിറ്റ്നസ് വ്യത്യാസമാണ്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് 15 വർഷവും മറ്റത് എത്ര വർഷത്തേക്കാണ്? 8 വർഷത്തേക്കാണ്. ഓരോ 2 വർഷം എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കണം. 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓരോ വർഷം വെച്ച് വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അത് ആദ്യത്തെ 8 വർഷം ഓരോ 2 വർഷത്തിൽ പുതുക്കണം. 8 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓരോ വർഷം എന്ത് ചെയ്യണം? ഫിറ്റ്നസ് പുതുക്കേണ്ടി വരും. ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ, സ്വകാര്യ വാഹനമാണെങ്കിൽ 15 വർഷമാണ്. പിന്നെ 5 വർഷത്തേക്കാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഫിറ്റ്നസിന്റെ കാര്യം പറയുന്നത്. പെർമിറ്റ് എത്രയാണ്? 5 വർഷമാണ്. ഓക്കെ. വാടകയോ പ്രതിഫലവും വാങ്ങി ഡ്രൈവറെ കൂടാതെ 6 കേട്ടോ, ഡ്രൈവറെ കൂടാതെ 6-ൽ അധികം യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്നതും എന്നാൽ 12-ലധികം യാത്രക്കാരെ കൊണ്ടുപോകാൻ പറ്റാത്തതുമായ വാഹനത്തെ എന്ത് വിളിക്കുന്നു? അതിനെ മാക്സി ക്യാബ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വിളിക്കുന്നു? മാക്സി ക്യാബ് ആണ്. അപ്പം 6 മുതൽ 12 കേട്ടോ, എത്രയാണ് എന്ത് വിളിക്കാം? മാക്സി ക്യാബ് എന്ന് വിളിക്കാം. അപ്പൊ മോട്ടോർ കാർ എന്തായിരിക്കും? ഡ്രൈവറെ കൂടാതെ 6 പേരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എന്ന് പറയുന്ന മോട്ടോർ കാർ. അത് അങ്ങനെയും ചോദ്യം വരാം. 6 മുതൽ 12 എന്ന് പറയുന്നത് ഇതാണ് മാക്സി ക്യാബ് ആണ് കേട്ടോ. മാക്സി ക്യാബ് ആണ്. ശരി. ഓക്കെ. പെർമിറ്റിന്റെ കാലാവധി തീരുന്നതിന് എത്ര ദിവസം മുമ്പ് പുതുക്കലിനായി അപേക്ഷിക്കാം? നമ്മുടെ പെർമിറ്റിന്റെ കാലാവധി തീരുന്നതിന് എത്ര ദിവസം മുമ്പ് പുതുക്കലിനായി നമുക്ക് അപേക്ഷിക്കാം എന്നുള്ള ചോദ്യം ഇതിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ പെർമിറ്റ് തീരുന്നതിന് എത്ര ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പെർമിറ്റിന്റെ കാലാവധി പറഞ്ഞ 5 വർഷമാണെന്ന്. അതുപോലെ തന്നെ കാലാവധി തീരുന്നതിന് എത്ര ദിവസം പുതുക്കലിനായി അപേക്ഷിക്കാം? 15 ദിവസമാണോ, 30 ദിവസമാണോ, 6 മാസമാണോ, 1 വർഷമാണോ? അത് എത്രയാണ്? 15 ദിവസമാണ്. പെർമിറ്റ് തീരുന്നതിന് 15 ദിവസം മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? പുതുക്കലിനായി അപേക്ഷിക്കാം. ഒരു പെർമിറ്റ് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർക്ക് എത്ര കാലം പെർമിറ്റ് ഉപയോഗിക്കാൻ പറ്റും? ഓപ്ഷൻ എ എന്ന് പറയുന്ന 1 മാസം ഉപയോഗിക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുന്ന 3 മാസം ഉപയോഗിക്കാം. ഓപ്ഷൻ സി 6 മാസം. ഓപ്ഷൻ ഡി ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ആക്ച്വലി പഠിച്ചു വെക്കുന്നതൊക്കെ എന്ത് തന്നെയാണ്? ഒരു പെർമിറ്റ് ഉടമ ഒരു പെർമിറ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരാൾക്ക് കൈമാറാൻ പറ്റത്തില്ല. ലൈസൻസോ ബാഡ്ജോ പെർമിറ്റോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേറൊരാൾക്ക് കൈമാറാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു പെർമിറ്റ് ഉടമ എന്ത് ചെയ്യുകയാണെങ്കിൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർക്ക് എത്ര മാസം ഉപയോഗിക്കാം? ഇത് 3 മാസത്തേക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് എവിടെ അറിയിച്ചിരിക്കണം? അതോറിറ്റിയെ അറിയിച്ചിരിക്കണം. ഓക്കെ. 30 ദിവസത്തിനകത്ത് എന്ത് ചെയ്യണം? അതോറിറ്റിയെ അറിയിച്ചിരിക്കണം. അപ്പൊ ഇത് ഇത്രയാണ് 3 മാസം പിൻതലമുറക്കാർക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന പെർമിറ്റ് യൂസ് ചെയ്യാം. അതൊന്ന് പഠിച്ചു വെക്കുക. ഒരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ.
അപ്പൊ ഈ 29ാമത്തെ ചോദ്യം ഇതാണ്. സ്പെഷ്യൽ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണ്? സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ട്, ടെമ്പററി പെർമിറ്റ് ഉണ്ട്, അങ്ങനെ പെർമിറ്റ് പലതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ സെക്ഷൻ 15 ആണോ, 39 ആണോ, 81 ആണോ, 88 8 നല്ല ചോദ്യം. ഇതിൽ എത്രയാണ്? 88 8 88 എന്തിനെ പറ്റി പറയുന്നു? സ്പെഷ്യൽ പെർമിറ്റിനെ പറ്റി പറയുന്നു. പഠിച്ചു വെക്കുക. 88 എത്രയാണ്? 8 താഴെ തന്നിരിക്കുന്ന ടെമ്പററി പെർമിറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഒരു ട്രാൻസ്പോർട്ട് വാഹനം താൽക്കാലികമായി ഉപയോഗിക്കുന്നതിന് പരിമിത കാലത്തേക്ക് നൽകുന്ന പെർമിറ്റ് ആണല്ലേ. ട്രാൻസ്പോർട്ട് വാഹനം താൽക്കാലികമായി ഉപയോഗിക്കുന്നതിൽ നൽകുന്നതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടെമ്പററി പെർമിറ്റ്. ശരിയാണ്. ടെമ്പററി പെർമിറ്റിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 6 മാസമാണ്. 6 മാസം അല്ല, 4 മാസമാണ്. തെറ്റാണ്. എത്രയാണ്? 4 മാസമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് എന്താണ്? ടെമ്പററി പെർമിറ്റ് 4 മാസത്തിൽ കൂടുതൽ കാലാവധിയിലേക്ക് നൽകാറുണ്ട്. എന്നാൽ ഇതൊരു വർഷത്തിലധികം ആകാറില്ല. അത് ശരിയാണ്. അതായത് ചില സമയത്ത് പ്രത്യേക സാഹചര്യങ്ങളിൽ ചരക്ക് വാഹനങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? 4 മാസത്തിലധികം എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ടെമ്പററി പെർമിറ്റ് കൊടുക്കാറുണ്ട്. പക്ഷെ എത്ര കൂടാറില്ല? 4 to 1 year ആണ് അത് വരുന്നത് കേട്ടോ. കറക്റ്റ് ആണ്. കുറഞ്ഞത് അടുത്തുള്ള 4 സംസ്ഥാനത്തിലേക്കാണ് ടെമ്പററി പെർമിറ്റ് അനുവദിക്കുന്നത്. അല്ല, തെറ്റാണ്. ഇത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഇത് നാഷണൽ പെർമിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ്, നാഷണൽ പെർമിറ്റിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് അല്ലേ. ഇത് തെറ്റാണ്. നാഷണൽ പെർമിറ്റ് വരുന്നത് ശരിയാണ്. ഇതിലല്ല, ടെമ്പററി പെർമിറ്റിൽ ഈ പറയുന്ന 4 സംസ്ഥാനത്തിന് കണക്കൊന്നും പറയുന്നില്ല. ആദ്യത്തെ ഈ പറയുന്ന ഏതൊക്കെയാണ് ശരി എന്ന് പറയുന്നത്? ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഇത് 4 മാസമാണ്. ഇങ്ങനെ സാധനമേ ഇല്ല. അതെവിടെ വരുന്നതാണ്? നാഷണൽ പെർമിറ്റ് വരെയാണ്. അപ്പൊ നമ്മൾ 30 ചോദ്യങ്ങളാണ് നോക്കി വരുന്നത്. ഈ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കരുത്. ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണോ വന്നത് അതേ മേഖലയിലെ ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഉറപ്പായിട്ടും പഠിക്കുക. കാര്യം നമ്മൾ അങ്ങനെയാണ് ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ടില്ല. ആദ്യത്തെ പകുതി ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ പറയുന്ന ആദ്യത്തെ പകുതി ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ബാക്കി ടോപ്പിക് കൂടെ കവർ ചെയ്യുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും എന്ത് തരും? നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് തരും. മൊത്തത്തിലുള്ള വീഡിയോ ഇടുന്നതിനേക്കാളും ബെറ്റർ എന്താണ്? ഈ പറയുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി ടോപ്പിക് എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വരിക കേട്ടോ. അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.